പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, തിരുവാലി, പൂന്തോട്ടം, പത്തിരിയാൽ, മലപ്പുറം. 20 ദിവസത്തിലധികമായിട്ടും കാളികാവിൽ കടുവയെ പിടികൂടാൻ സാധിക്കാത്തതിൽ രൂക്ഷ വിമർശനവുമായി MLA AP അനിൽകുമാർ. അവിടെ എങ്ങനെയാണ് ജനങ്ങൾ സമാധാനത്തോടെ കഴിയുക എന്ന് ചോദിച്ച MLA വനം മന്ത്രി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും കുറ്റപ്പെടുത്തി. 20 ദിവസമായി കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഈ വന്യമൃഗങ്ങളെ പിടിക്കുന്ന കാര്യത്തിൽ ഏറ്റവും നല്ല ടീം എന്ന് പറയുന്നത് വയനാട്ടിലെ ഗ്രൂപ്പാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അവർ 20 ദിവസമായി ഈ മലയോര മേഖലയുണ്ട്, കരുവാരകുണ്ട് പഞ്ചായത്ത്, കാളികാവ് പഞ്ചായത്ത്, നിലമ്പൂരിനോട് തൊട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ. അവിടെ 42 വയസ്സുകാരനായ ഗഫൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഒരു കടുവ കടിച്ച് കൊന്നിട്ട് ഇന്നേക്ക് 20 ദിവസം പിന്നിട്ടു. തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കടുവയെ ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയതൊരു പുലിയാണ്. അപ്പോൾ പുലിയും കടുവയും വന്യമൃഗങ്ങളും യഥേഷ്ടം ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ജനങ്ങൾ സമാധാനത്തോടു കൂടി കഴിയുക? ഇത്രയും ദിവസമായിട്ട് മന്ത്രി ആ ഭാഗത്തേക്കൊന്ന് വന്നു നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു കാര്യവും നടക്കുന്നില്ല. ജനങ്ങൾ അങ്ങേയറ്റത്തെ ആശങ്കയിലാണ്. അത് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി ആ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും. കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് വനം വന്യജീവി നിയമം ഭേദഗതി വരുത്താതെ ഒരു തരത്തിലും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. അല്ല, ഞങ്ങൾ പറഞ്ഞ കാര്യം ഇപ്പോൾ നാളെ പാർലമെന്റ് വിളിച്ചുകൂട്ടി അത് നിയമം ഭേദഗതി ചെയ്ത് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ നിലവിലുള്ള നിയമങ്ങൾ വെച്ച് ഈ നേരിടാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങൾ എന്തുകൊണ്ട് വനം വകുപ്പ് ചെയ്യുന്നില്ല? വനം വകുപ്പ്, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിയമസഭയിൽ കടുവ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൂട് വെക്കാനോ ക്യാമറ വെക്കാനോ തയ്യാറായില്ല. വളരെ ലാഘവത്തിലെടുക്കും. അതേ കടുവയാണ് 2 മാസം കഴിയുമ്പോഴേക്ക് ഒരു ചെറുപ്പക്കാരനെ കടിച്ചു വന്നത്. അപ്പോൾ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് എടുക്കുന്നില്ല. വളരെ ലാഘവത്തിലാണ് ഗവൺമെന്റ് പോകുന്നത്. അതിന്റെ ശക്തമായ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക്. വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.